നമസ്കാരം. ബംഗ്ലാദേശിനെ പിടിച്ചുകുലുക്കിയ രാഷ്ട്രീയ കൊലപാതകത്തിലെ പ്രതികൾ ഇന്ത്യയിലേക്ക് കടന്നുവന്ന ധാക്ക പോലീസിന്റെ വാദം തള്ളി ഇന്ത്യൻ അതിർത്തി രക്ഷാസേന. ഇൻകുലാബ് മഞ്ച് നേതാവ് ഷെരീഫ് ഉസ്മാൻ ഹാദിയുടെ കൊലയാളികൾ മേഘാലയയിലെ ഗാരോ ഹിൽസ് വഴി അതിർത്തി കടന്നുവെന്ന ആരോപണം അടിസ്ഥാനരഹിതമാണെന്ന് BSF മേഘാലയ IG OP ഉപാധ്യായ വ്യക്തമാക്കി. ഹാലുവാഗഡ് സെക്ടർ വഴി പ്രതികൾ അതിർത്തി കടന്നുവെന്ന ബംഗ്ലാദേശ് പോലീസിന്റെ വാദത്തിന് യാതൊരു തെളിവുമില്ലെന്ന് BSF അറിയിച്ചു. അതിർത്തിയിൽ നുഴഞ്ഞുകയറ്റം നടന്നതായി ഒരു റിപ്പോർട്ടും ലഭിച്ചിട്ടില്ല. ആരോപണങ്ങൾ തെറ്റിദ്ധരിപ്പിക്കുന്നതാണെന്നും BSF വ്യക്തമാക്കി. ബംഗ്ലാദേശിലെ അസ്ഥിരമായ സാഹചര്യം കണക്കിലെടുത്ത് അതിർത്തിയിൽ BSF നിരീക്ഷണം ശക്തമാക്കിയിട്ടുണ്ട്. ഒരു തരത്തിലുമുള്ള നിയമവിരുദ്ധ നീക്കങ്ങളും അനുവദിക്കില്ലെന്ന് സേന അറിയിച്ചു. ബംഗ്ലാദേശ് പോലീസിന്റെ അവകാശവാദത്തെ മേഘാലയ പോലീസും തള്ളി. പ്രതികൾ ഗാരോ ഹിൽസിൽ എത്തിയെന്നതിന് യാതൊരു രഹസ്യാന്വേഷണ വിവരവും തങ്ങൾക്ക് ലഭിച്ചിട്ടില്ലെന്ന് മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥൻ വ്യക്തമാക്കി. സംശയാസ്പദമായ നീക്കങ്ങളൊന്നും പ്രാദേശിക പോലീസ് യൂണിറ്റുകൾ കണ്ടെത്തിയിട്ടില്ലെന്നും കേന്ദ്ര ഏജൻസികളുമായി ചേർന്ന് നിരീക്ഷണം തുടരുകയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ബംഗ്ലാദേശിലെ തീപ്പൊരി നേതാവും ഇന്ത്യ വിരുദ്ധ ചേരിയിലെ പ്രമുഖനുമായിരുന്ന ഉസ്മാൻ ഹാദിയുടെ കൊലയാളികളായ പ്രതികൾ ഇന്ത്യയിലേക്ക് കടന്നതായിട്ടാണ് ധാക്ക മെട്രോപൊളിറ്റൻ പോലീസ് ആരോപിച്ചത്. മേഘാലയ അതിർത്തി വഴി ഇന്ത്യയിലേക്ക് കടന്ന മുഖ്യപ്രതികളെ കണ്ടെത്താൻ ബംഗ്ലാദേശ് പോലീസ് ഇന്ത്യൻ അധികൃതരുടെ സഹായം തേടുകയും ചെയ്തിരുന്നു. കൊലപാതകത്തിന് ശേഷം പ്രതികൾ മൈമൻസിംഗിലെ ഹൽവഗഡ് അതിർത്തി വഴി ഇന്ത്യയിലേക്ക് കടന്നുവെന്നായിരുന്നു ധാക്ക മെട്രോപൊളിറ്റൻ പോലീസ് അഡീഷണൽ കമ്മീഷണർ SN നസ്രുൽ ഇസ്ലാം വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞിരുന്നത്. അതിർത്തി കടന്നതിന് ശേഷം പുർത്തി എന്ന വ്യക്തിയാണ് ഇവരെ ആദ്യം സ്വീകരിച്ചതെന്നും പിന്നീട് സാമി എന്ന ടാക്സി ഡ്രൈവർ മേഘാലയയിലെ തുര നഗരത്തിലേക്ക് കൊണ്ടുപോയെന്നും ദി ഡെയിലി സ്റ്റാർ റിപ്പോർട്ട് ഉദ്ധരിച്ച് അദ്ദേഹം പറഞ്ഞിരുന്നു. പ്രതികളെ സഹായിച്ച പുർത്തിയും സാമിയും ഇന്ത്യൻ അധികാരികളുടെ കസ്റ്റഡിയിലുണ്ടെന്ന അനൗപചാരിക റിപ്പോർട്ടുകൾ ലഭിച്ചിട്ടുണ്ടെങ്കിലും ഔദ്യോഗിക സ്ഥിരീകരണം കാത്തിരിക്കുകയാണെന്നുമായിരുന്നു അദ്ദേഹത്തിന്റെ വാക്കുകൾ. ബംഗ്ലാദേശിലെ ഷെയ്ഖ് ഹസീന സർക്കാരിനെ താഴെയിറക്കിയ ജൂലൈ വിപ്ലവത്തിന്റെ ബുദ്ധികേന്ദ്രങ്ങളിൽ ഒരാളായിരുന്നു ഉസ്മാൻ ഹാദി. കടുത്ത ഇന്ത്യ വിരുദ്ധതയും അവാമി ലീഗ് വിരോധവുമായിരുന്നു ഹാദിയുടെ രാഷ്ട്രീയ മുഖമുദ്ര. ഹസീനയുടെ പതനത്തിനു ശേഷം ഇൻകുലാബ് മഞ്ച് എന്ന പാർട്ടി രൂപീകരിച്ച് വരുന്ന തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ തയ്യാറെടുക്കുകയായിരുന്നു ഇയാൾ. കഴിഞ്ഞ ഡിസംബർ 12-ന് ധാക്കയിൽ വെച്ച് മുഖംമൂടി അണിഞ്ഞ തോക്കുധാരികളാണ് ഇയാളെ വെടിവെക്കുന്നത്. തുടർന്ന് ചികിത്സയ്ക്കായി ഹാദിയെ സിംഗപ്പൂരിലേക്ക് കൊണ്ടുപോയിരുന്നു. ചികിത്സയിലിരിക്കെ ഡിസംബർ 18-നാണ് മരണപ്പെട്ടത്. ഹാദിയുടെ മരണം ബംഗ്ലാദേശിനെ ആഭ്യന്തര യുദ്ധത്തിന് സമാനമായ സാഹചര്യത്തിലേക്കാണ് തള്ളിയിട്ടത്. ഇന്ത്യ അനുകൂലികളെന്ന് ആരോപിക്കപ്പെടുന്ന പ്രഥം ആലോ, ദി ഡെയിലി സ്റ്റാർ എന്നീ പ്രമുഖ പത്രങ്ങളുടെ ഓഫീസുകൾ പ്രക്ഷോഭകാരികൾ തീയിട്ടു. മൈമൻസിംഗിൽ ഒരു ഹിന്ദു ഫാക്ടറി തൊഴിലാളി ആൾക്കൂട്ടം തല്ലിക്കൊന്നത് രാജ്യാന്തര തലത്തിൽ തന്നെ വലിയ ആശങ്കയുമുണ്ടാക്കി. ചൈന, ഉദീജി തുടങ്ങിയ സാംസ്കാരിക സംഘടനകളും ആക്രമിക്കപ്പെട്ടു. പ്രതികളെ വിട്ടുകിട്ടാൻ ഔദ്യോഗികമല്ലാത്തതുമായ ചാനലുകൾ വഴി ഇന്ത്യയുമായി ബന്ധപ്പെട്ട് വരികയാണെന്നായിരുന്നു ബംഗ്ലാദേശിന്റെ നിലപാട്. എന്നാൽ ഇപ്പോൾ BSF തന്നെ ഇക്കാര്യം തള്ളി രംഗത്ത് വന്നിരിക്കുകയാണ്. അതേസമയം രാജ്യത്തെ ഹിന്ദു ന്യൂനപക്ഷങ്ങളുടെ സുരക്ഷയെക്കുറിച്ചുള്ള ഇന്ത്യയുടെ ആശങ്കകൾ ബംഗ്ലാദേശ് ഇന്ന് നിരസിച്ചു. സമീപകാല സംഭവങ്ങളെ വ്യവസ്ഥാപിത പീഡനത്തിന്റെ സംഭവങ്ങളല്ലെന്നും ഒറ്റപ്പെട്ട ക്രിമിനൽ പ്രവർത്തികളാണെന്നും ബംഗ്ലാദേശ് പറഞ്ഞു. ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ വക്താവ് നടത്തിയ അഭിപ്രായങ്ങളെ വസ്തുതകളെ പ്രതിഫലിപ്പിക്കുന്നില്ലെന്നും കൃത്യമല്ലാത്തതും അതിശയോക്തി കലർന്നതുമായ വിവരങ്ങളെ അടിസ്ഥാനമാക്കിയുള്ളതാണെന്നും ബംഗ്ലാദേശ് വിദേശകാര്യ മന്ത്രാലയം പുറത്തിറക്കിയ പത്രക്കുറിപ്പിൽ പറഞ്ഞു. ബംഗ്ലാദേശിന്റെ ദീർഘകാല സാമുദായിക ഐക്യ പാരമ്പര്യത്തെ തെറ്റായി ചിത്രീകരിക്കുന്ന കൃത്യമല്ലാത്തതോ അതിശയോക്തി കലർന്നതോ പ്രേരിതമായ വിവരങ്ങളെ ബംഗ്ലാദേശ് സർക്കാർ ശക്തമായി നിരസിക്കുന്നുവെന്നാണ് പ്രസ്താവനയിൽ പറയുന്നത്. ഒറ്റപ്പെട്ട കുറ്റകൃത്യങ്ങളെ ഹിന്ദുക്കൾക്കെതിരായ വ്യാപകമായ പീഡനത്തിന്റെ തെളിവായി അവതരിപ്പിക്കാൻ ആസൂത്രിതമായ ശ്രമങ്ങൾ നടക്കുന്നുണ്ടെന്നും ബംഗ്ലാദേശ് ആരോപിച്ചു.